തികവുള്ള ഒന്നായിരുന്നു ന്യായപ്രമാണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ഇവിടെ ന്യായപ്രമാണത്തെ വിശുദ്ധമായിട്ടും അത് ആവശ്യമുള്ള ഒന്നായിട്ടും അത് ന്യായവും നല്ലതുമായിട്ടും അവിടെ ന്യായപ്രമാണത്തെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു. വീണ്ടും ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, ഗലാത്യർ 3:24, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ അത് നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പോൾ അവിടെയും നമുക്ക് കാണാൻ ന്യായപ്രമാണം എന്നുള്ളത് ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ശിശുപാലകനായി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ന്യായപ്രമാണം എവിടെയൊക്കെയോ അതിൻ്റെ ഉദ്ദേശങ്ങൾ അനുവർത്തിച്ചു, അതിൻ്റെ ഉദ്ദേശങ്ങളിലേക്ക് അത് നടത്തി എന്ന് നമുക്ക് കാണാം. അപ്പോൾ ന്യായപ്രമാണത്തിനല്ല പ്രശ്നമുണ്ടായിരുന്നത്, ദൈവം നൽകിയ പ്രമാണങ്ങൾക്കോ ന്യായങ്ങൾക്കോ ആയിരുന്നില്ല അവിടെ പ്രശ്നമുണ്ടായിരുന്നത് മനുഷ്യന് അത് ഫോളോ ചെയ്യാൻ, അതനുസരിച്ച് ജീവിപ്പാൻ മനുഷ്യന് സാധിച്ചില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായ പ്രശ്നം. എബ്രായ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ 8-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടമന്വേഷിക്കുകയില്ലായിരുന്നു, എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്തു. അപ്പോൾ അവിടെ കുറവുണ്ടായത് എന്നുള്ളത് കൊണ്ട് പ്രമാണത്തിന്റെ കുറവല്ലായിരുന്നു, അവിടെ മനുഷ്യന് അത് ഫോളോ ചെയ്യാൻ മനുഷ്യന് സാധിച്ചില്ല എന്ന മനുഷ്യന്റെ കുറവാണ് അവിടെ എടുത്തു പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് വായിച്ച ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായിരുന്നു പഴയ നിയമം. അത് ഒരു താൽക്കാലികമായിട്ട് ക്രിസ്തുവിങ്കലേക്ക് നമ്മളെ നയിക്കുവാൻ താൽക്കാലികമായി രൂപപ്പെടുത്തിയ ഒരു വ്യവസ്ഥയായിരുന്നു പഴയ നിയമം എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതൊരു നിഴലാണ്, എന്നാൽ അതിൻ്റെ സത്ത എന്ന് പറയുന്നത്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ആ ഒരു സത്തയിലേക്ക് കടന്നു വന്നത് അത് പുതിയ നിയമത്തിലാണ് കടന്നു വന്നതെന്ന് നമുക്ക് കാണാം. നമ്മൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും. പഴയ നിയമം എന്നുള്ളത് നിഴലാണ്, ആ നിഴൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നത് പുതിയ നിയമത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ പഴയ നിയമത്തിന്റെ ഉദ്ദേശങ്ങൾ, എന്തൊക്കെയായിരുന്നു? അപ്രകാരം ഒരു പഴയ നിയമ വ്യവസ്ഥ കൊണ്ടുവരാനായിട്ട് ഉള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ കാരണം എന്നുള്ളത് പ്രിപ്പയർ ദ സ്റ്റേജ്, വേദി ഒരുക്കുക എന്നുള്ളതാണ് പഴയ നിയമ വ്യവസ്ഥയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്നുള്ളത്. എന്തിനുള്ള വേദി ഒരുക്കുക? ക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയിട്ടുള്ള വേദി. ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കുക എന്നുള്ളതായിരുന്നു പഴയ നിയമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. പല ഉദ്ദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അവന്റെ വരവിന് വേണ്ടിയിട്ട് വേദി ഒരുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ധാരാളം യാഗങ്ങളുടെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു, പൗരോഹിത്യത്തിന്റെ സിസ്റ്റം ഉണ്ടായിരുന്നു, ആലയത്തിൽ നടക്കുന്ന ആചാരങ്ങൾ, അങ്ങനെ പല വ്യവസ്ഥകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എവിടെയൊക്കെയോ പുറമേ ഉള്ള ചില ഘടകങ്ങളായിരുന്നു, ആചാരങ്ങളായിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം പിന്നിൽ മനുഷ്യന്റെ പാപം അത് എത്രത്തോളം വിലയുള്ളതായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്രമാത്രം സിസ്റ്റം. മനുഷ്യന് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തെ അനുസരിച്ച് അവന് നിൽക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സിസ്റ്റംസ് എല്ലാം വന്നത്. യാഗത്തിന്റെ ആവശ്യകത അതായിരുന്നു, പുരോഹിതന്റെ ആവശ്യകത അതായിരുന്നു, നമ്മൾ രാജാക്കന്മാർ, പ്രവാചകന്മാർ, ഇവരൊക്കെ ആവശ്യം ജനത്തിന് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകാൻ മനുഷ്യന് സാധിക്കാതെ വന്നപ്പോൾ അവരെ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ പാപത്തിന് അതിൻ്റെ ആ ഒരു കോസ്റ്റ് എത്രത്തോളം വലുതായിരുന്നു, അത് ദൈവം എത്രത്തോളം അവന്റെ കണ്ണിൽ അത് എത്രത്തോളം വിലയുള്ള ഒന്നാണ് എന്നുള്ളത് ഈ സിസ്റ്റംസ് എല്ലാം അതിൻ്റെ പുറത്ത് വന്നു പെട്ടപ്പോൾ
ആ പാപം എന്നുള്ളത്, അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത്, അത് നമുക്ക് ഈ പഴയ നിയമം കൃത്യമായിട്ട് അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. മറ്റൊന്ന്, പഴയ നിയമത്തിന്റെ മറ്റൊരു പർപ്പസ് എന്നുള്ളത് ഫോർ ഷാഡോ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ മുൻനിഴലാക്കുക. പഴയ നിയമ വ്യവസ്ഥയിൽ ധാരാളം ഉത്സവങ്ങൾ, അതുപോലെ തന്നെ പൗരോഹിത്യ നിയമനങ്ങൾ, ഇതൊക്കെ ക്രിസ്തുവിന്റെ മുൻനിഴലായിട്ട് നമുക്ക് കാണാവുന്ന ധാരാളം ഘടകങ്ങൾ. യാഗങ്ങളിലും മറ്റും നമുക്കെല്ലാം ക്രിസ്തുവിനെ മുൻനിഴലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഉദ്ദേശം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ നിറവേറുവാൻ, അല്ലെങ്കിൽ അവന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ദൈവജനത്തെ വേർതിരിക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ഉദ്ദേശം. സെപ്പറേറ്റ് ഗോഡ്സ് പീപ്പിൾ, അല്ലെ? ദൈവം അവന്റെ ആ വാഗ്ദത്തങ്ങൾ ഭൂമിയിൽ നിറവേറ്റുവാൻ വേണ്ടിയിട്ട്, ഭൂമിയിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലരെ ദൈവം തെരഞ്ഞെടുത്തതായിട്ടും അവരുടെ തലമുറകളെ ദൈവം തെരഞ്ഞെടുത്തതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എവിടെയൊക്കെയോ ദൈവത്തിന്റെ വിളികളും തെരഞ്ഞെടുപ്പിനെയും പറ്റിയിട്ടുള്ള ഒരു ഉദ്ദേശം നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും പഴയ നിയമം അതിൻ്റെ ഉദ്ദേശങ്ങളിൽ ഉള്ള മറ്റൊന്നാണ്, ദൈവത്തിന്റെ സ്വഭാവം അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ എത്രത്തോളം വിശുദ്ധനാണ്, അവൻ എത്രത്തോളം നീതിമാനാണ്, അവൻ കൃപയുള്ളവനാണ്. ഇങ്ങനെയുള്ള ദൈവത്തിന്റെ സ്വഭാവങ്ങൾ അത് നമുക്ക് കൃത്യതയോടെ ഈ പഴയ നിയമത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്രകാരം 4 പ്രധാന ഉദ്ദേശങ്ങളാണ് പഴയ നിയമത്തിന് ഉണ്ടായിരുന്നത്. ആ ഉദ്ദേശങ്ങളെല്ലാം പഴയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ നേരത്തെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ദൈവത്തിന് ആ പഴയ നിയമത്തിൻ്റെ ഒരു ആവശ്യകത എന്തായിരുന്നു? അത് ദൈവത്തിന് അറിയാമായിരുന്നില്ലേ? അത് പൂർണ്ണമല്ല എന്നും അറിയാമായിരുന്നില്ലേ? എങ്കിൽ ക്രിസ്തുവിനെ, ആദാമൻ പാപം ചെയ്ത ഉടനെ തന്നെ ക്രിസ്തുവിനെ അയക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ പാപത്തിന്റെ ആഴം, അതിൻ്റെ വലിപ്പം അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഈ വ്യവസ്ഥയിലൂടെ എല്ലാം കടന്നു വന്നപ്പോൾ അതിന് ഇടയായി. അതിൻ്റെ ഒരു രക്ഷകന്റെ ആവശ്യകതയും ക്രിസ്തുവിൻ്റെ ആഗമനവും അതിൻ്റെ ഉദ്ദേശവും അത് എത്രത്തോളം മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്നതായി എന്നുള്ളതിൻ്റെ ഒക്കെ ആ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അത് വന്നത് തീർച്ചയായിട്ടും ആ പഴയ നിയമത്തിൽ അതിൻ്റെ ഇടയിൽ വന്നപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം, ഈ നൂറ്റാണ്ടുകൾ, ഇതിൻ്റെ ഇടയിലൂടെ കടന്നുപോയ വർഷങ്ങൾ, സംവത്സരങ്ങൾ എവിടെയൊക്കെയോ തയ്യാറെടുപ്പുകളുടെ വർഷമായിരുന്നു. ഭൂലോകത്തിൽ ദൈവം അവൻ്റെ സ്വപുത്രനെ അയച്ച് രക്ഷയ്ക്കുതകുന്ന ഒരു വലിയൊരു പദ്ധതിക്ക് മുമ്പായിട്ട് ചില തയ്യാറെടുപ്പുകൾ നടത്തിയതാണ് പഴയ നിയമത്തിലെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായത് ആ പഴയ നിയമ വ്യവസ്ഥിതി, ആ രീതികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ യാഗത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എബ്രായ ലേഖന കർത്താവ് ഈ പുതിയ നിയമത്തെ അത് പഴയതിലും മേത്തരമാണ്, പഴയതിലും അത് മെച്ചപ്പെട്ടതാണ്, പഴയതിലും അത് ഉന്നതമായ ഒന്നാണ് എന്ന് ഈ പുതിയ നിയമത്തെ അവൻ വിശേഷിപ്പിക്കാൻ കാരണം ഇതാണ്. അത് പഴയതിനേക്കാൾ മേത്തരമാണെന്ന് പറയാൻ കാരണം പഴയതിനേക്കാൾ നല്ല നല്ല വാഗ്ദത്തങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തെക്കാൾ കൂടുതൽ ദൈവത്തോടുള്ള ആ ഡയറക്റ്റ് ആക്സസ്, ദൈവസന്നിധിയിൽ ചെല്ലാനുള്ള പ്രാഗൽഭ്യം, അവനുമായിട്ട് നമുക്ക് കിട്ടുന്ന വ്യക്തിപരമായ ആ ബന്ധം, ഇതൊക്കെ പുതിയ നിയമത്തിലാണ് ഇതൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ നമുക്ക് മേത്തരമാണെന്ന് പറയാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ബാഹ്യമായ ആചാരങ്ങൾക്കും പ്രാധാന്യം കൊടുത്തപ്പോൾ ഇവിടെ നമ്മുടെ മാറ്റം ആന്തരികമായി സംഭവിക്കുന്നു എന്നുള്ളത്, ഹൃദയപ്രകാരം മനുഷ്യന് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് പുതിയ നിയമത്തെ കൂടുതൽ മേത്തരമായി തീർക്കുന്നു. പഴയ നിയമകാലത്ത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആണ്ടുതോറും യാഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എങ്കിൽ
പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ യാഗം കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഒരിക്കലായി ആ യാഗം നിർവഹിക്കപ്പെട്ടു. അത് വൺസ് ഫോർ ഓൾ, ഒരിക്കലായി എന്നേക്കുമായി എല്ലാവർക്കുമായി ആ യാഗം നടത്തപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് പഴയതിനേക്കാൾ മേത്തരമാണ്, പഴയതിനേക്കാൾ ഉന്നതമാണ് ഈ പുതിയ നിയമവ്യവസ്ഥിതി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമം അത് ഡിഫക്റ്റീവ് ആയിരുന്നില്ല, പക്ഷെ അത് പൂർണ്ണമല്ലായിരുന്നു. പൂർണ്ണതയിലേക്ക് വരുന്ന പദ്ധതി അതിനുശേഷം ദൈവം കൊണ്ടുവരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമം അതൊരു ചട്ടക്കൂട് മാത്രമായിരുന്നു. അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നത് പുതിയ നിയമത്തിൽ വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് കൂടുതൽ നമുക്ക് വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമം ഒരു പരാജയമായിരുന്നില്ല, അല്ലേ? അത് പരാജയമാണ് എന്ന് പറയാനുള്ള ഒരു കാരണം, അത് മനുഷ്യന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ അത് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അതൊരു ഡിഫക്റ്റീവ് ആണ് എന്ന് പറയുന്നു. നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 1 മുതൽ 5 വരെ. നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധമന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മണ്ണായിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പനകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. 5 വരെയുള്ള വാക്യങ്ങളില് നമുക്കവിടെ ഭൗമികമായ ഭൂമിയിൽ നിലനിന്നിരുന്ന, പഴയ നിയമകാലത്ത് നിലനിന്നിരുന്ന ആ സമാഗമന കൂടാരം, അതിൻ്റെ രീതികൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഈ ആദ്യത്തെ 5 വാക്യങ്ങളിലായിട്ട് അവിടെ പറയുന്നത്. ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ ഉണ്ടായിരുന്നു, ലൗകികമായ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു, ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു എന്ന് കാണാം. ഞാൻ അതിൻ്റെ ഒരു ചിത്രം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. ഈ കൂടാരത്തിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവുമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വായിച്ചതുപോലെ ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു എന്ന് കാണാം. അപ്പോൾ നിലവിളക്ക് നമ്മൾക്കതിൽ കാണാം, ഓരോ കവരകളായിട്ടുള്ള നിലവിളക്ക് നമുക്ക് കാണാം. അതിൻ്റെ ഒപ്പം കാഴ്ചയപ്പം അത് നമുക്ക് കാണാം. മേശ, ആ കാഴ്ചയപ്പം വെച്ചിരിക്കുന്നതായ മേശ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വായിച്ചത് അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു, അതിന് വിശുദ്ധ സ്ഥലം എന്ന പേർ. അപ്പോൾ ഈ ഭാഗങ്ങളുള്ള ആ സ്ഥലത്തിനാണ് നമ്മൾ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ, ആ തിരശ്ശീല നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു വയലറ്റ് കളറിൽ ആ തിരശ്ശീലയുണ്ട്. തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിയില്ല. അപ്പോൾ അവിടെ കാണുന്ന ചില ഐറ്റംസ്, അല്ലെ, ആ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തുമുള്ള ചില ഐറ്റംസ് ആണ്
അവിടെ പറയുന്നത്. അത് ഒന്ന് വിശുദ്ധ സ്ഥലത്തുള്ള ഐറ്റംസ് ആണ്. ആ വിശുദ്ധ സ്ഥലത്തുള്ളതാണ് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും. അതിവിശുദ്ധ സ്ഥലത്തുള്ളതാണ് നമ്മൾ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും. ആ നിയമപ്പെട്ടകത്തിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിയമപ്പെട്ടകത്തിന്റെ അകത്തുള്ളത്? മന്ന ഇട്ട് വെച്ച പാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകൾ. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങൾ ആ നിയമപ്പെട്ടകത്തിന്റെ അകത്തുണ്ട്. പിന്നെ അതിൽ ഒരൈറ്റം മാത്രം, അതിൻ്റെ ആ സ്ഥലം, അത് നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ അതിൻ്റെ ആ സ്ഥലത്തിന് ചെറിയൊരു വ്യത്യാസം പോലെ നമുക്ക് പെട്ടെന്ന് അങ്ങ് തോന്നാം. ആ ഐറ്റമാണ് എന്ത്? ധൂപകലശം. ധൂപകലശം എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ധൂപപീഠം, ധൂപകലശം, ഇപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് അത് അതിൻ്റെ ധൂപപീഠമാണ്. ഇവിടെ നമ്മൾ വായിച്ചത് 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് പൊന്നുകൊണ്ടുള്ള ധൂപകലശം എന്നാണ് നമ്മൾ അവിടെ വായിച്ചത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ എന്നുള്ളത് വിശുദ്ധ സ്ഥലത്താണ് അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ എന്ന് പറയാം. പക്ഷേ പാപപരിഹാര ദിവസത്തിൽ ധൂപപീഠത്തിൽ നിന്നും ധൂപകലശം എടുത്ത് പുരോഹിതൻ അതെടുത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ആ കനലിന്മേൽ ധൂപവർഗം ഇട്ട് നന്നായിട്ട് പുകയ്ക്കും. അപ്പോൾ ഇവിടെ അത് അതിവിശുദ്ധ സ്ഥലത്താണ് എന്ന് പറയാനുള്ള കാരണം ആ പാപപരിഹാര ദിനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എബ്രായ ലേഖകൻ ഈ ഭാഗം എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ആ ഒറിജിനൽ പൊസിഷനിൽ ഒരു വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ധൂപകലശം, ധൂപപീഠം അതിരിക്കുന്നത് വിശുദ്ധ സ്ഥലത്താണ്. ധൂപകലശവും അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ എന്നുള്ളത് അവിടെയാണ്. പക്ഷെ പാപപരിഹാര ദിവസം മഹാപുരോഹിതൻ അത് എടുത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിയമപ്പെട്ടകം നമുക്ക് കാണാം. നിയമപ്പെട്ടകത്തിന്റെ മുകളിലുള്ള ആ ഒരു ലിഡ്, അത് അടച്ചു വെക്കുന്ന അതിനെയാണ് നമ്മൾ കൃപാസനം എന്ന് പറയുന്നത്. ആ കൃപാസനത്തിന്റെ മുകളിലായിട്ട് നമ്മൾ തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു, അല്ലെ? കൃപാസനത്തിനെ മൂടുന്ന രീതിയിൽ കെരൂബുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വിശുദ്ധ സ്ഥലത്തും അതുപോലെ തന്നെ അതിവിശുദ്ധ സ്ഥലത്തും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ 5 വാക്യങ്ങൾ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്നതാണ് അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. സമാഗമന കൂടാരത്തിൻ്റെയും അതിലെ ഉപകരണങ്ങളുടെയും ഒരു വിശദീകരണമാണ്, ഒരു ബ്രീഫായിട്ടുള്ള ഒരു വിശദീകരണമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ പാപപരിഹാര ദിവസം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പാപപരിഹാര ദിവസം മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്തുള്ള ധൂപപീഠത്തിൽ നിന്ന് സ്വർണ്ണ ധൂപകലശം എടുത്ത് അത് എടുക്കുന്നു. അത് കനലുകൾ നിറഞ്ഞതാണ്. അത് തിരശ്ശീലയിലൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് കനലിൽ ധൂപമിടുകയും കൃപാസനത്തെ മൂടുന്ന പുക സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പിന്നെ അവൻ കൃപാസനത്തിന്മേലും അതിൻ്റെ മുമ്പിലും രക്തം തളിക്കുന്നതായിട്ട് അവിടെ പറയുന്നു. അപ്പോൾ പ്രകാരം ആണ് ഭാഗത്ത് വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോൾ ധൂപത്തിന്റെ ചില പ്രത്യേകതകൾ നമുക്കത് ഒന്ന് വായിച്ചിട്ട് അങ്ങ് പോകാം. അത് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നറും പശ, ഗുൽഗുലു, ഹൽബാന പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരന്റെ വിദ്യ പ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം.
നീ അതിൽ ഏതാനും ഇടിച്ച് പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുൻപാകെ വെക്കണം. അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം. ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിന്റെ യോഗത്തിന് ഒത്തതായി നിങ്ങൾക്ക് ഉണ്ടാക്കരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. മണക്കേണ്ടതിന് അതുപോലെയുള്ള ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. അപ്പോൾ അതിൻ്റെ അകത്ത്, ആ ധൂപകലശത്തിന്റെ അകത്തിടുന്ന ആ ധൂപത്തിന് പോലും അത് അതിൻ്റെ അളവിനും എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളതും അതിൻ്റെ കണക്കെല്ലാം വളരെ കൃത്യമായിട്ട് ദൈവം നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് മനുഷ്യന് അവന്റെ ഭവനത്തിന്, വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നായിരുന്നില്ല. അത് അത്രത്തോളം അതിവിശുദ്ധവും അത് പ്രാധാന്യം അർഹിക്കുന്നതും അത് അപ്രകാരം വളരെ അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൃത്യമായിട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു എന്ന് നമുക്ക് അറിയാം, അല്ലേ? ഉപ്പ് അതിൻ്റെ ഭാഗമാണ്. ഉപ്പ് എല്ലാം ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. അതെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ധൂപവർഗമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നിന്നും ആദ്യ നിയമത്തിന്റെ കീഴിലുണ്ടായിരുന്ന സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും ഉണ്ടായിരുന്ന വസ്തുക്കൾ. വീണ്ടും നമ്മൾ 6-ാം വാക്യം മുതൽ നമ്മൾ മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ 6-ാം വാക്യം ഇങ്ങനെയാണ്: ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. അപ്പോൾ അവർ നിത്യമായിട്ട് ഈ മുൻകൂടാരം അഥവാ വിശുദ്ധ സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷ കഴിക്കും. 2-ാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. അപ്പോൾ 2-ാമത്തേത് എന്ന് ഉദ്ദേശിക്കുന്നത് അതിവിശുദ്ധ സ്ഥലം. മുൻകൂടാരം എന്നുള്ളത് വിശുദ്ധ സ്ഥലം. അതിനുശേഷം പറയുന്ന 2-ാമത്തേതിലോ എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്ത് എങ്ങനെയായിരുന്നു? നിത്യേന പുരോഹിതന്മാർ നിത്യം അവിടെ ചെന്ന് ശുശ്രൂഷ കഴിച്ചിരുന്നു. എന്നാൽ ഈ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം അതിൻ്റെ അകത്തേക്ക് ചെല്ലും. രക്തം കൂടാതെ അല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പിക്കും. അപ്പോൾ ഈ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അത് രക്തത്തോടു കൂടെയാണ് അവൻ ചെല്ലുന്നത്. തൻ്റെയും ജനത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുവാനുള്ള രക്തവുമായിട്ടാണ് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ മഹാപുരോഹിതന് മാത്രം അകത്തേക്ക് ചെല്ലുവാൻ, അതും വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു ഇടമായിരുന്നു അത്. അതും അവൻ കയറുന്നത് ആ രക്തവുമായിട്ടാണ് അവൻ കയറുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വാക്യം വായിക്കുമ്പോൾ, മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ ആ പ്രസൻസിന്റെ പൂർണ്ണത അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ആ ഒരു വഴിയിൽ ദൈവത്തിങ്കിലേക്കുള്ള ആ ഒരു ആക്സസ്, അവന്റെ അടുക്കിലേക്കുള്ള ആ ഒരു വഴി, അല്ലെങ്കിൽ അവന്റെ സാന്നിധ്യത്തിന്റെ പൂർണ്ണത, ഇവിടെയും ആ ഒരു പൂർണ്ണത ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സമാഗമന കൂടാരത്തിന് അത് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം. അപ്പോൾ അത് എന്നുള്ളത് ആ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഒക്കെ എന്നുള്ളത് എന്താണ്? അത് ഈ കാലത്തേക്കുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള ചില സിംബൽസ് മാത്രമായിരുന്നു അത് എന്ന് ഇവിടെ പറയുകയാണ്. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ച് പോരുന്നു. അപ്പോൾ അവിടെ അർപ്പിച്ച യാഗത്തിനൊന്നും ആരാധിക്കുന്ന മനുഷ്യന്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ അതിനൊന്നിനും കഴിഞ്ഞില്ല. കാര്യം ആ യാഗവും വഴിപാടും എല്ലാം ചെയ്തുവെങ്കിലും ഒരു പൂർണ്ണത അതിനുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സാക്ഷിയിൽ ഒരു പൂർണ്ണ സമാധാനം അതുകൊണ്ട് കൈവന്നില്ല. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ,
വിവിധ സ്നാനങ്ങൾ എന്നിവയോട് കൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്ര. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സെറിമോണിയലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, ആചാരങ്ങൾ, അവരുടെ ഭക്ഷണങ്ങൾ, അവരുടെ പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ഗുണീകരണ കാലം, അല്ലെ, അത് വരയത്തേക്കും, അല്ലെ, അണ്ടിൽ ദ ടൈം ഓഫ് റെസ്റ്റോറേഷൻ, അല്ലെങ്കിൽ അണ്ടിൽ ദ ടൈം ഓഫ് ന്യൂ ഓർഡർ, ഈ പുതിയ നിയമം വരെ, അല്ലെങ്കിൽ ക്രിസ്തു വരുന്നത് വരത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ചില ജഡീക നിയമങ്ങളായിരുന്നു ആ കാലം വരെയും നിലനിന്നത്. അപ്പോൾ അതിന് പഴയ നിയമ ആ ആലയത്തിന്റെ വ്യവസ്ഥിതികൾക്കൊന്നും, ഈ വിശുദ്ധവും അതിവിശുദ്ധവുമായ സ്ഥലത്തിനൊന്നും, ആ കഴിച്ച യാഗത്തിനും, ആണ്ടിലൊരിക്കൽ കഴിക്കപ്പെട്ടതായ പാപപരിഹാര യാഗത്തിനൊന്നും മനുഷ്യന്റെ മനസാക്ഷിയിൽ പൂർണ്ണമായ സമാധാനം അതിന് കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞില്ല. അതെല്ലാം ചില ജഡീക നിയമങ്ങളായിരുന്നു. ഏതുവരെയുള്ള കാലത്തേക്ക്? ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ചില ജഡീക നിയമങ്ങൾ. ഗുണീകരണ കാലം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ സമയം വരെ, അല്ലെങ്കിൽ പുതിയ നിയമം വരെ, ആ ഒരു പുതിയ ഓർഡർ വരുന്നത് വരത്തേക്ക് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടതായ ചില ജഡീക നിയമങ്ങളായിരുന്നു എന്ന് നമുക്ക് അവിടെ നിന്നും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ നിയമ വ്യവസ്ഥിതികളെല്ലാം അതൊരു വിരൽ ചൂണ്ടലായിരുന്നു. എന്തിലേക്കുള്ളത്? ഒരു എന്നേക്കുമായിട്ടുള്ള ഒരു യാഗത്തിലേക്ക്, ക്രിസ്തുവിന്റെ വരവിലേക്ക്, ക്രിസ്തുവിങ്കലേക്കുള്ള, അല്ലെ, ആ പൂർണ്ണതയിലേക്കുള്ള ചില ചൂണ്ടുപലകകളായിരുന്നു പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിലേക്കാണ് പിന്നെ വരുന്നത്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ ഇടയിൽ, സാഹചര്യത്തിൽ ക്രിസ്തു എങ്ങനെ വന്നു? അവൻ നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട്, കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കുകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ ക്രിസ്തു വന്നിട്ട്, മഹാപുരോഹിതനായിട്ട് വന്നിട്ട് അവൻ ചെയ്തത് എന്താണ്? അവൻ കൈപ്പണിയല്ലാത്ത ഒരു കൂടാരം. ഇതുവരെയും നമ്മൾ വായിച്ചു കേട്ടത് കൈകളാൽ പണിയപ്പെട്ട ഒരു കൂടാരത്തെ പറ്റിയിട്ടാണ്. എന്നാൽ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ വന്നിട്ട് കൈപ്പണിയല്ലാത്ത ഒരു കൂടാരം, അതൊരു ഈ സമാഗമന കൂടാരത്തേക്കാൾ ഉന്നതമായ ഒരു കൂടാരമാണ് അവിടെ പറയുന്നത്. കൈപ്പണിയല്ലാത്തതായ ഒരു എന്ന് വെച്ചാൽ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. അവൻ സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് അവൻ കയറി. അവൻ സ്വന്തം രക്തം കൊടുത്ത് ഒരിക്കലായിട്ട്, അല്ലെ, വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആണ്ടുതോറും നടത്തിയിരുന്ന യാഗത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് വന്നപ്പോൾ അത് ഒരിക്കലായിട്ട് അത് നിർവഹിക്കപ്പെട്ടു. എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് അതുമൂലം സാധിച്ചു. അവൻ, അല്ലെ, ഒരു വലിയ വലിപ്പവും തികവുമുള്ള ഒരു കൂടാരത്തിൽ അവൻ അത് നിർവഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് മൃഗങ്ങളുടെ ഒന്നും രക്തമല്ല ഈ യാഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അവൻ സ്വന്തം രക്തമാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്: ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. നിഷ്കളങ്കമായ ഒരു രക്തം ഈ യാഗം നടത്തുവാൻ വേണ്ടിയിട്ട് അവൻ, അല്ലെ, അർപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി
എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ ഈ നിഷ്കളങ്കമായ രക്തം നമ്മളുടെ നിർജീവ പ്രവൃത്തികളെയൊക്കെ അത് പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ കഴിവുള്ളതാണ് ഈ രക്തം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അത്രത്തോളം ഉന്നതമായിരുന്നു ദൈവത്തിൻ്റെ ആ യാഗം. അവൻ്റെ രക്തം അത്രത്തോളം വിലയുള്ളതായിരുന്നു. നിഷ്കളങ്കമായ രക്തം നമുക്ക് വേണ്ടിയിട്ട് അത് അറുക്കപ്പെട്ടു എന്ന്, ഒഴിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെയൊക്കെ പോക്കാൻ തക്കവണ്ണം, അതിനെയൊക്കെ ശരിയാക്കാൻ തക്കവണ്ണം, ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഈ രക്തം അത് അത്രത്തോളം മഹത്വകരമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള 15-ാമത്തെ വാക്യം, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിനും അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. അപ്പോൾ ഈ പുരോഹിതൻ, ഈ മഹാപുരോഹിതൻ, അവൻ ആരുകൂടെയാണ്? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ കൂടെ ആണ്. കാരണം എന്താ? അവന്റെ രക്തത്താൽ, അവന്റെ മരണത്താൽ നമ്മൾക്ക് നിത്യജീവനിലേക്കുള്ള ഒരു അവകാശം, വാഗ്ദത്തം നമുക്ക് വേണ്ടി അവൻ തുറന്നിട്ട് തന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു അവകാശത്തിലേക്ക്, നിത്യത എന്നുള്ള ആ ഒരു അവകാശത്തിലേക്ക് അവൻ സ്വന്തം മരണത്താൽ അവൻ നമ്മളെ അതിലേക്ക് പ്രവേശിപ്പിച്ചു. അവൻ അങ്ങനെ അതിൻ്റെ ഒരു മധ്യസ്ഥനായി, ആ പുതിയ നിയമത്തിലേക്കുള്ള ഒരു മധ്യസ്ഥനായി അവൻ നിലകൊള്ളുന്നു. അപ്പോൾ 16-ാമത്തെ വാക്യം വരെ ക്രിസ്തുവിൻ്റെ ആ ഒരു പ്രവർത്തനം അത് എത്രത്തോളം ഉന്നതമാണ് എന്നുള്ളത് നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 50-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെ നമ്മൾ കണ്ടത് അപൂർണമായ ആ പഴയ കൂടാരത്തെ പറ്റിയിട്ടാണ്. നമ്മൾ 6 മുതൽ 10 വരെ കണ്ടത്. വീണ്ടും നമ്മൾ 11 മുതൽ 15 വരെ കണ്ടത് ക്രിസ്തു മികച്ച വിശുദ്ധ മന്ദിരത്തിലെ ഒരു മികച്ച മഹാപുരോഹിതനാണ് എന്ന് നമുക്ക് 9-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നിയമമുള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിൻ്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. ഗ്രീക്ക് പദങ്ങളുടെ പ്രയോഗത്തിൽ ഡയറ്റക്കെ എന്ന് പറയുന്ന ഒരു വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. അത് ഒന്ന് കവനന്റ്, ഉടമ്പടി എന്നുള്ളതാണ് അതിൻ്റെ ഒരർത്ഥം. അതിൻ്റെ മറ്റൊരർത്ഥം ടെസ്റ്റമെന്റ് അല്ലെങ്കിൽ വിൽ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരർത്ഥം. അതിന് നമ്മളുടെ മലയാള ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ വിൽപത്രം എന്ന് പറയും. ഇവിടെ ഈ നിയമം എന്നുള്ള ഈ പദം ഉപയോഗിച്ചിട്ടുള്ളതല്ല. 16, 17 വാക്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള അർത്ഥത്തിനും തുടർന്ന് 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിയമം എന്ന് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിൻ്റെയും രണ്ടിൻ്റെയും അർത്ഥങ്ങൾക്ക് വ്യത്യാസമുണ്ട്. 16, 17 വാക്യങ്ങളിൽ അവിടെ ഈ ഒരു വിൽപത്രം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നിയമം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഉടമ്പടി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഈ നിയമം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ ആ 2 വാക്കുകളും അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാം. പക്ഷേ മലയാളത്തിൽ അതിന് ഒരു പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ 16, 17 വാക്യത്തിൽ പറയുന്നത് അത് വിൽപത്രത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ വായിച്ചത് നിയമമുള്ളിടത്ത്, അതായത് അല്ലേ, വിൽപത്രം എന്ന് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് വായിക്കാം. അപ്പോൾ വിൽപത്രം ഉള്ളിടത്ത് ഉണ്ടാക്കുന്ന അല്ലെ, അതിൻ്റെ ഒരു കർത്താവും അതിനുണ്ട്. അയാളുടെ മരണം തെളിവാൻ ആവശ്യം. അപ്പോൾ എപ്പോൾ മുതലാണ് ഈ വിൽപത്രത്തിന് അത് എഫക്റ്റീവ് ആകുന്നത്? അത് ആര് നിർമ്മിച്ചോ, അതല്ല ആര് ഉണ്ടാക്കിയോ സൃഷ്ടിച്ചോ, അയാൾ മരിച്ചതിന് ശേഷമാണ് അതിന് പ്രാധാന്യം വരുന്നത്, അതിൻ്റെ എഫക്റ്റീവ്നെസ് വരുന്നത്.
അപ്പോൾ നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം അല്ലെ. അപ്പോൾ അത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ നിയമകർത്താവ് അത് സൃഷ്ടിച്ച ആള് മരിച്ചു എന്നുള്ളത് അത് തെളിവായിട്ട് വരണം. എങ്കിൽ മാത്രമേ അത് മരിച്ചാൽ മാത്രമേ ആ വില്ലിന് പ്രസക്തിയുള്ളൂ. നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. അപ്പോൾ മരണത്തിന്റെ ശേഷമാണ് അത് പ്രാബല്യത്തിലേക്ക് വരുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല അല്ലെ. നമ്മളൊരു വിൽപത്രത്തിന് എന്തില്ല, അത് അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് അത്ര ഉറപ്പ് ഇല്ല. മരണശേഷമാണ് അതിന് ഉറപ്പാകുന്നത്, ഉറപ്പ് വരുന്നത്, പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ട് അയാൾ മരിച്ചു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആദ്യ നിയമവും, ഇവിടെ പറയുന്നത് ഉടമ്പടിയെ പറ്റിയിട്ടാണ്. ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. അപ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്ത ആദ്യ നിയമത്തിന്റെ ആദ്യ പ്രമാണങ്ങൾ മോശയ്ക്ക് കൊടുക്കുന്ന സമയത്തും ആ ഉടമ്പടി കൊടുക്കുന്ന സമയത്തും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അത് നമുക്കൊന്ന് വിശദമാക്കാനായിട്ട് നമ്മൾ പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകം 24 അധ്യായം, പുറപ്പാട് പുസ്തകത്തിന്റെ 24 അധ്യായം 24 അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെയാ പറയുന്നത്. പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ച് അവൻ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പാതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തം എടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മോശ ന്യായപ്രമാണം അത് പ്രാപിച്ച ശേഷം താഴെ വന്ന് ജനങ്ങളോട് അത് വായിക്കുന്ന സമയത്ത് അവരുടെ മേൽ ഒരു രക്തം തളിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചത് അല്ല അല്ലെ. അപ്പോൾ ആദ്യ നിയമം വരുന്ന സമയത്തും അത് രക്തത്തോട് കൂടിയിട്ടാണ് അത് പ്രതിഷ്ഠിച്ചത്. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും അല്ലെ, നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ച കാര്യം അത് ഇവിടെ ഒന്ന് വിശദീകരിക്കുന്നതാണ്. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിൽ മേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ആ ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ രക്തം ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തിൻ്റെയും ഒരു കാര്യത്തിന്റെ നമ്മൾ അതിൻ്റെ ഒരു വിൽപത്രത്തിലേക്ക് വരുമ്പോൾ അയാൾ മരിച്ചു, അയാളുടെ രക്തം വീണ് അതിന് ശേഷമാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. രണ്ടുപേർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, ഉടമ്പടിയാണെങ്കിലും ഇവിടെ ദൈവത്തിന്റെ നിയമം ജനങ്ങളിലേക്ക് കൈമാറുന്നതിനും അത് വായിച്ചു കേൾപ്പിച്ച ശേഷം രക്തം തളിച്ച് അതിനെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രക്തം ഉപയോഗിക്കപ്പെടുന്നു. ഒന്ന്, ചില കാര്യങ്ങൾ അംഗീകരിക്കുവാൻ വേണ്ടിയിട്ട് രക്തം ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചു കേട്ടതുപോലെ 22-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ പല ഉപകരണങ്ങളും തളിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് രക്തം ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ അടുത്ത വാക്യം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. അതിന്റെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഫോർഗീവ്നെസ് അല്ലെങ്കിൽ റിഡംഷൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഒരു ക്ഷമയില്ല. അപ്പോൾ രക്തത്തിന് പല റോളുകളാണ് നിർവഹിക്കാനായിട്ട് ഉള്ളത്. രക്തം പഴയ നിയമകാലത്ത്, പഴയ നിയമ വ്യവസ്ഥിതിയിൽ രക്തത്തിനുള്ള വില വലുതായിരുന്നു. അതില്ലാതെ ക്ഷമയില്ല, അതില്ലാതെ ശുദ്ധീകരിക്കുവാൻ
രക്തം ആവശ്യമാണ്. ചില കാര്യങ്ങളെ സീൽ ചെയ്യാൻ, ഉറപ്പിക്കാൻ, അംഗീകരിക്കാൻ അതിന് രക്തം ആവശ്യമാണ്. അപ്പോൾ അല്ലേ, അത് രക്തം എന്നുള്ളത് അല്ലെ, അതൊരു ജീവനാണ്. ഒരു ജീവന് പകരമായിട്ട് അല്ലേ മറ്റൊരു ജീവൻ കളയുന്നത് അല്ലേ, അവിടെ ഒഴിക്കപ്പെടുകയാണ് ആ രക്തം വരുമ്പോൾ. പഴയ നിയമകാലത്ത് മൃഗങ്ങളുടെ രക്തം മനുഷ്യന്റെ പാപത്തിന്റെ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും പൂർണ്ണമായ ഒരു വ്യവസ്ഥയല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ ക്രിസ്തുവിന്റെ എന്നേക്കുമായുള്ള ഒരു യാഗം. അപ്പോൾ 23 മുതൽ 28 വരെയുള്ള വാക്യത്തില് ക്രിസ്തുവിന്റെ ആ യാഗത്തിന്റെ മഹിമയാണ് നമ്മൾ അതിൻ്റെ ഒടുവിലായിട്ട് നമ്മൾ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം, സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. അപ്പോൾ സ്വർഗീയമായതിൻ്റെ ഒരു നിഴൽ അല്ലെ, ഒരു പ്രതിബിംബം മാത്രമായിട്ട് ഭൂമിയിലുള്ളതിന് ഇതൊക്കെ അതിനെ ശുദ്ധീകരിക്കാൻ ഇതൊക്കെ മതിയായിരുന്നു എങ്കിൽ സ്വർഗീയമായവയ്ക്കോ അതിന് ഇതിനേക്കാൾ മേത്രമായ യാഗത്തിന്റെ ആവശ്യമുണ്ട്. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചു. അപ്പോൾ ക്രിസ്തു അവൻ യാഗവുമായിട്ട് വന്നത് ഈ ഭൗതികമായ ഈ ഭൂമിയിൽ നിലനിന്നിരുന്ന കൂടാരത്തിലേക്കല്ല അവൻ കടന്നു വന്നത്. അവൻ അങ്ങനെ മനുഷ്യന്റെ കൈപ്പണിയായ ഒന്നിലേക്കല്ല ക്രിസ്തു വന്നത്. അവന്റെ രക്തം ചിന്തപ്പെട്ടത് അല്ലെ, അവന്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചത് സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിക്കാൻ ആവശ്യമില്ല. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൂടെ അർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അതെല്ലാം കൂടെ അവൻ ഒരിക്കലായിട്ട് എന്നേക്കുമായി ആ യാഗം നിർവഹിച്ചു. അങ്ങനെയായാൽ 26-ാമത്തെ വാക്യം, അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്കേ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ അല്ലേ, അത് ആരംഭം മുതൽ പല ആവർത്തി അവൻ ആവർത്തിച്ച് അങ്ങനെയല്ല, ഒരിക്കലായി അവൻ വന്നു ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കലായിട്ട് ഈ ഭൂമിയിൽ അവൻ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു ചെയ്തത് എന്താ? അവൻ ഒരിക്കലായി അല്ലേ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ അവൻ ഒരിക്കലായി അവൻ അർപ്പിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ട് അവൻ അർപ്പിക്കപ്പെട്ടത്? അവന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. അവൻ വീണ്ടും വരുമെന്ന വാഗ്ദത്തത്തോടു കൂടിയാണ് അവൻ അതെല്ലാം ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ചില നിഴലുകളും ചില പൊരുളുകളുമാണ് ഇതിൽ നിന്നും നമുക്ക് തെളിഞ്ഞ് കിട്ടുന്നത്. പഴയ നിയമം അത് താൽക്കാലികമായിരുന്നു, സിംബോളിക് ആയിരുന്നു. ചിലതിൻ്റെയൊക്കെ ഒരു ചിത്രം അതിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാഹ്യമായ ശുദ്ധീകരണം അവർ എല്ലാം ചെയ്തു, പക്ഷേ ആന്തരികമായ ശുദ്ധീകരണത്തിലേക്ക് മനുഷ്യന് കടന്നു വരാനായിട്ട് സാധിച്ചില്ല. ആ സമയത്താണ് ആദിമ ലോകസ്ഥാപനത്തിന് മുൻപേ വിഭാവന ചെയ്തതായ ക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കുന്നത്. അത് ക്രിസ്തുവിങ്കിൽ നിന്നും നിത്യതയിലേക്കുള്ള ഒരു പ്രവേശനം നമുക്ക് ലഭിച്ചു. ഹൃദയപരമായ മനസാക്ഷിയിലുള്ള ശുദ്ധീകരണം അതുമൂലം സാധ്യമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമായ ക്ഷമ, നമ്മുടെ പാപത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി അവൻ സ്വന്തം രക്തം, നിഷ്കളങ്കമായ രക്തം, അത് എന്നേക്കുമായി അവൻ ഒരിക്കലായിട്ട് എന്നേക്കുമായി അവൻ ചൊരിഞ്ഞു. അവൻ്റെ ക്രിസ്തുവിൻ്റെ ആ പ്രവർത്തനം അത് ആവർത്തിക്കപ്പെടേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും വേണ്ടി എന്നേക്കുമായി അവൻ ചൊരിഞ്ഞു. നമ്മളുടെ കടം അവൻ തീർത്തു. നമുക്കൊരുപാട് കടമുണ്ടെന്ന് വിചാരിക്കുക. നമ്മളുടെ ജീവിതം കൊണ്ട് നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്തതായ ഒരു കടം, വലിയ കടം നമുക്കുണ്ടെന്ന് വിചാരിക്കുക.
നമുക്ക് ആര് കടം തന്നോ, ഇപ്പോൾ ബാങ്കിലാണ് നമുക്ക് കടമെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വരുന്നവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരും, നമ്മളെ ഭീഷണിപ്പെടുത്തും, ഇതെല്ലാം ചെയ്യും. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മൾ അറിയാത്ത ഒരു വ്യക്തി ബാങ്കിൽ കടന്നു ചെന്ന് നമ്മളുടെ എല്ലാ കടവും കൊടുത്തു തീർക്കേണ്ട എല്ലാ കാശും, അത് എടുത്ത തുക ഉൾപ്പെടെ അതിൻ്റെ പലിശ ഉൾപ്പെടെ എല്ലാം അത് അടച്ചു തീർത്താൽ അല്ലെ ബാങ്കിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും, പെയ്ഡ് ഇൻ ഫുൾ, പൂർണ്ണമായും എല്ലാം അടയ്ക്കപ്പെടും. ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് ഇതാണ്. പഴയ നിയമകാലത്ത് അല്ലെ നമുക്കതിനെ ബാങ്കിന്റെ രീതിയിൽ പറഞ്ഞാൽ അവർ ഇൻട്രസ്റ്റ് മാത്രം അടച്ചുകൊണ്ടിരുന്നു, പക്ഷെ എന്നേക്കുമായിട്ടുള്ള ഒരു പരിഹാരം അതിന് വന്നില്ല. കടങ്ങൾ അങ്ങനെ തന്നെ നിന്നു. എങ്ങനെയൊക്കെയോ യാഗങ്ങളാലും മറ്റു രീതികളാലും എങ്ങനെയൊക്കെയോ ആ ഇൻട്രസ്റ്റുകൾ പോയി, അത് അടഞ്ഞു പോയിട്ടുണ്ടാകാം, പക്ഷെ ആ കടം അങ്ങനെ തന്നെ നിന്നു. എന്നാൽ ക്രിസ്തു ഒരിക്കലായിട്ട് ഈ ഭൂമിയിൽ വന്നു നമ്മളുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ കടച്ചീട്ട് കീറുവാൻ വേണ്ടി അവൻ ആ പണം മുഴുവനും അടച്ച് നമ്മളെ അതിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കി. ഇന്ന് നമുക്ക് അതിനോട് ഉള്ള ഒരു ശരിയായ പ്രതികരണം എന്നുള്ളത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനോട്, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിനോട് ശരിയായി പ്രതികരിക്കുക, നന്ദിയുള്ളവരായി ജീവിക്കുക, അവനിൽ വിശ്വസിക്കുക. അവൻ ചെയ്ത ആ വലിയ ത്യാഗത്തിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ച് മുന്നോട്ട് പോവുക. വീണ്ടും പഴയതിലേക്ക് പോകാതെ, പഴയ മനുഷ്യനിലേക്ക് തിരിഞ്ഞു നോക്കാതെ, പഴയ വഴികളിലേക്ക് തിരിഞ്ഞു പോകാതെ ദൈവം നമ്മെ വിളിക്കുന്ന ആ വലിയ വഴികളിൽ, ആ വിശുദ്ധ വഴിയിൽ അവനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ യാഗം, നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തതായ യാഗം, ഞങ്ങൾക്ക് വേണ്ടി നീ ചൊരിഞ്ഞ രക്തം, ഞങ്ങളുടെ പാപത്തെ പരിഹരിപ്പാൻ, പാപം എന്ന പ്രശ്നത്തെ പരിഹരിക്കുവാൻ, പാപത്തിന് ക്ഷമ നൽകുവാൻ അതിന് സാധിച്ചു. അത് എന്നേക്കുമായുള്ള ഒരു യാഗമായിരുന്നു. കർത്താവെ, നീ ചെയ്ത യാഗത്തിൽ ഞങ്ങൾ വിശ്വസിക്കുക. കർത്താവെ, വേറെ ഒന്നിനും ഞങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാൻ, പരിഹരിക്കുവാൻ കഴിയില്ല. നിന്റെ രക്തത്തിന് മാത്രമേ അതിന് സാധിക്കൂ. കർത്താവെ, പാപികളായ ദോഷികളായ അടിയങ്ങൾ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ പോലും പ്രാഗൽഭ്യമില്ലാത്ത അടിയങ്ങൾ, ദൈവമേ, ഇന്ന് ഞങ്ങളുടെ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടുമായി നിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ അകർത്യ ഭാരം ദൈവമേ നീ ഏറ്റെടുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സാക്ഷിയിലെ അശുദ്ധിയെ നീ മാറ്റണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. ദൈവമേ, നീ ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള നിത്യതയെ അവകാശമാക്കുവാൻ, ഞങ്ങൾക്ക് നീ അവകാശമായി വെച്ചിട്ടുള്ള നിത്യതയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള എല്ലാ വഴികളും നിന്റെ മരണത്താൽ, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നീ എല്ലാ വഴികളും ഞങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടല്ലോ. കർത്താവേ, നീ തുറന്നിട്ട വഴികളിൽ കൂടെ ഞങ്ങൾക്ക് സഞ്ചരിച്ച് നീ ഒരുക്കുന്ന അവകാശത്തിന്മേൽ ഞങ്ങൾക്ക് പ്രവേശിപ്പാൻ കർത്താവേ അങ്ങ് സഹായിക്കും. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കൂടെ ഇരിക്കണം, ഞങ്ങളോട് കൂടെ നടക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ.